സെല്ലുലോയിഡ് ഫിലിം മാഗസിൻ. വളരെ കാലത്തിന് ശേഷം വലിയൊരു റോൾ കാണാൻ പറ്റി. മാക്സിമം എഫർട്ട് എടുത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മളെ അമ്പരിപ്പിക്കുന്ന ഒരു ചേച്ചിയുടെ ഒരു ക്യാരക്ടർ ഒരു വുമൺഹുഡിനെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് വരുന്ന മാർച്ച് 8 നമുക്കറിയാം അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. അതിനോടനുബന്ധിച്ച് ഇങ്ങനൊരു സ്ത്രീ കേന്ദ്രീകൃത അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ കഥ പറയുന്ന ഒരു സിനിമ വരുന്നത് തന്നെ ഒരു സന്തോഷം, ഭയങ്കര സന്തോഷമായിരുന്നു. നല്ല സിനിമയായിരുന്നു. അപ്പോൾ ഒരു ഇമോഷണൽ മൂവിയാണ്. ഇമോഷണൽ ആണെന്ന് പറയാൻ പറ്റില്ല. ഒരുതരം പ്രത്യേകിച്ച് ഒരു കുടുംബ ബന്ധങ്ങളുടെയും റിലേഷൻഷിപ്പിൻ്റെയും ഒരു ബോണ്ടിങ് ഈ സിനിമ നമ്മളോട് സംവദിക്കുന്നുണ്ട്. അത്രത്തോളം കുടുംബങ്ങളിലെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, അമ്മ നമുക്ക് എത്രത്തോളം വേണ്ടപ്പെട്ട ഒരാളാണ് അമ്മ എന്നുള്ളത് കൃത്യമായിട്ട് സിനിമ വരച്ച് കാണിക്കുന്നത്. ഗംഭീര പെർഫോമൻസ് ആണ്. പക്ഷേ അതിന് പെർഫോമൻസ് എന്ന് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ സിനിമയിൽ നമ്മൾ നിരാശപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും അവരൊരു ക്യാരക്ടറിന് ഒരു മൈന്യൂട്ട് കാര്യങ്ങൾക്ക് എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആലോചിക്കുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട് നമുക്ക് പല സീൻസിനാണ്. പറഞ്ഞ പോലെ സെക്കൻഡ് ബൈ സെക്കൻഡ് ഇമോഷൻസിൻ്റെ വേരിയേഷൻസും ആ ക്യാരക്ടറുടെ ഒരു വേവ്ലെങ്തൊക്കെ ഗംഭീരമായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റിലും തന്നെ നല്ലൊരു സിനിമയാണ്. അത് റിയൽ സ്റ്റോറി ആണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. സിനിമ ലാസ്റ്റ് ടുവേർഡ്സ് ഒക്കെ എനിക്ക് മനസ്സിലായത് ടച്ചിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നമുക്കൊക്കെ ജീവിതത്തിലേക്ക് ഓട്ടങ്ങളുടെ ഇടയിലൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാനും ഒന്ന് ആലോചിക്കാനും ഒക്കെ ഒരു അവസരം നൽകുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാം. ഞാൻ അത് അവിടെ പറയായിരുന്നു, ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് സ്ക്രീനിൽ വന്നിരുമ്പോൾ നമ്മൾ ഓഡിയൻസ് കൂടെ ചിരിക്കുക, കൈയിടിക്കുക, പിസിലിടിക്കുക, കരയുക എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, ഒരു പ്രൗഡാണ്. എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ആർട്ടിസ്റ്റ്, നമ്മുടെ മാം എന്നുള്ളൊരു അഹങ്കാരമുണ്ട്, അതുണ്ടായിരുന്നു. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. അങ്ങനെ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് നിറഞ്ഞാടുന്നത് കാണുമ്പോൾ. അങ്ങനെയൊന്നും ജഡ്ജ് ചെയ്യാനുള്ള ഒന്നും എനിക്ക് കഴിവില്ല. പക്ഷെ പെർഫോമൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സിനിമയിൽ നിരാശപ്പെടുത്തിയില്ല. അതുകൊണ്ടാണ് ആ ഒരു പൊസിഷനായിരുന്നു. ശരിയായിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പാടുകൾ നല്ലതാണ് സംഭവിക്കേണ്ടത്. പ്രോത്സാഹനമാണത്. പക്ഷേ തിയേറ്ററിൽ തന്നെ വന്ന സിനിമ കാണുക എന്നാണ് ഞാൻ പറയാം. വിത്ത് ഫാമിലി വന്ന് കാണുക. ഫാമിലി വരുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക. അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഒരു വേദന ആയിരിക്കും ചിലപ്പോൾ. അവരെയും കൂടെ കൂട്ടുകാർക്കും തോന്നും. അത് മിസ് ചെയ്യേണ്ട വിത്ത് ഫാമിലി തന്നെ തിയേറ്ററിൽ വന്ന് കാണുന്നത്. മാം ഒത്തിരി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം. എല്ലാവരും കണക്ട് ആവുന്ന സബ്ജക്റ്റാണ്. ലൈക്ക് പുള്ളിക്കാരി ഒത്തിരി ഇമോഷൻസ് കൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ എന്താ പറയുന്നത്, ലൈക്ക് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. കാര്യം അത് മൂവി കാണുമ്പോൾ മനസ്സിലാവും. ഷീ ഹാസ് ആക്ടഡ് സോ വെൽ. അത് നമുക്ക് എല്ലാവർക്കും കണക്ട് ആവുന്ന സബ്ജക്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അമ്മമാരുണ്ടല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റും. ഒത്തിരി വിഷമം വരും. നമ്മൾ ഒത്തിരി ആലോചിക്കും. റിയൽ അമ്മമാർ, ജെനുവിൻ ആയിട്ടുള്ള ജനറലൈസ് ചെയ്ത എല്ലാ അമ്മമാരെന്ന് പറയുന്നത് പോലുള്ള സെൽഫ്ലെസ് ആയിട്ടുള്ള നല്ല അമ്മമാർക്കുള്ള ഒരു ഡെഡിക്കേഷൻ കൂടിയാണ് സിനിമ. ആൻഡ് ഓൾവേസ് ചേച്ചി ആ ക്യാരക്ടറിനോട് കംപ്ലീറ്റ് നേടിക്കൊള്ളുന്നുണ്ട്. ഒരുപാട് അത്ഭുതപ്പെടുന്നവരെ കാണുമ്പോൾ സിനിമ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും കരഞ്ഞു. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. നല്ലപോലെ ഇരുന്ന് കരഞ്ഞു. സമ്മതിക്കാൻ പറ്റില്ല. പൂർവ്വ മേഡം അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് അമ്മയാണ്. ഇഷ്ടമാണ് എൻ്റെ ഒരു ഉറപ്പാണ്. എല്ലാം നടന്ന ഉറപ്പാണ്. അതുകൊണ്ട് പണ്ടുണ്ടാവുകയാണ്. എല്ലാം കൊണ്ട് നടന്നു. പിന്നെ ഉറുസ് മേഡൻ്റെ കോമഡി മാത്രമല്ല, പിന്നെ മനസ്സിലോട് എല്ലാം അമ്മയെ കണ്ടത് ഭയങ്കര അഭിനയമാണ്. മനസ്സിൽ മറ്റൊരു പോലെ കൂടി ഭയങ്കര അഭിനയമാണ്. ലേഡി സൂപ്പർ സ്റ്റാർ ശരിക്കും പറഞ്ഞാൽ ഉറുസ് മേഡം കോമഡി മാത്രമാണ്, സിനിമ എല്ലാം ചെയ്യാം. എല്ലാം കൂടെ നമുക്ക് നമ്മുടെ ലൈഫ് നമുക്ക് റിലേറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഉർവശിയുടെ അഭിനയം? സൂപ്പർ. ഇപ്പം പറയാനില്ല, എല്ലാ പടത്തും സൂപ്പർ. നല്ല ഫീൽ ചെയ്യുന്നു ഭയങ്കര.